പോലീസിന്റെ വാനിലാണ്, പോലീസിന്റെ ബസ്സിലാണ് രാഹുലിനെ എത്തിച്ചിട്ടുള്ളത്. അങ്ങനെ കനത്ത പ്രതിഷേധം, ഇന്നലെ രാഹുലിനെതിരെ ചീമുട്ടയടക്കമുള്ള വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. അങ്ങനെ കനത്ത പ്രതിഷേധങ്ങൾ, അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിലവിൽ പോലീസിന്റെ കനത്ത സുരക്ഷ. ഏകദേശം 100-ലധികം പോലീസ് ഉദ്യോഗസ്ഥർ പോലീസിന്റെ അകമ്പടിയോടുകൂടിയാണ് രാഹുലിനെ ഇവിടെ ക്ലബ് 7 ഹോട്ടൽ ആൻഡ് മാളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇവിടെ നിന്നുള്ള തെളിവെടുപ്പ് ഏറെ നിർണായകമായ പശ്ചാത്തലത്തിലായിരിക്കാം നിലവിൽ രാഹുലിനെതിരെ ഇത്തരത്തിലുള്ള തെളിവെടുപ്പ് നടക്കുമ്പോൾ ഇങ്ങനെയുള്ള കനത്ത പോലീസ് സുരക്ഷ നിലവിൽ അന്വേഷണ സംഘം ഒരുക്കിയിട്ടുള്ളത്. അങ്ങനെ മറ്റ് പ്രതിഷേധങ്ങൾ ഒഴിവാക്കാനായി സമയം തന്നെ തെരഞ്ഞെടുത്തത് അതിരാവിലെ തന്നെയാണ്. സമയം 7 മണിക്ക് മുൻപേ തന്നെ 6:30 സമയത്തോടു കൂടിയാണ് നിലവിൽ രാഹുലിനെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇവിടെ കഴിഞ്ഞ 2024 ഏപ്രിൽ മാസം 8-ാം തീയതി രാഹുൽ ഈ പെൺകുട്ടിയുമായി ഇവിടെ എത്തിയ ശേഷം 1.25 മണിക്കൂറോളം ഇവിടെ മാളിലുള്ള റൂമിൽ അവിടെ പെൺകുട്ടിയുടെ പേരിൽ മുറിയെടുത്ത ശേഷം ഇവിടെ ചെലവഴിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ പെൺകുട്ടിയാണ് അന്വേഷണ സംഘത്തിൽ മൊഴി നൽകിയിട്ടുള്ളത്. അത്തരം കാര്യങ്ങളിൽ വ്യക്തത വരാൻ ഇവിടെ രാഹുൽ ഇവിടെ എത്തിയിട്ടുണ്ടോ അടക്കമുള്ള കാര്യങ്ങളെ സാക്ഷിമൊഴികൾ, CCTV ദൃശ്യങ്ങൾ, ഈ ഹോട്ടലിലെ രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതും രാഹുലിന്റെ വിശദീകരണം എന്താണ്, ഇവിടെ എത്തിയിട്ടുണ്ട് ഇതിന്റെ തെളിവ് നിരത്തിയാൽ രാഹുലിന്റെ മറുപടി എന്താണ് അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് അറിയാനുണ്ട്. അല്പനിമിഷത്തിനകം തന്നെ രാഹുലിനെ ഈ ബസ്സിൽ നിന്ന് പുറത്തേക്കിറക്കി ഈ ഹോട്ടലിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ഇപ്പോഴിതാ ഈ വാഹനത്തിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ CPOമാർ വെളിയിലേക്ക് ഇറങ്ങുകയാണ്. രാഹുലിന് കനത്ത സുരക്ഷ ഒരുക്കിക്കൊണ്ടാണ് പുറത്തേക്കിറക്കുന്നത്. ബസ്സിൽ നിന്നും അല്പനിമിഷത്തിനുള്ളിൽ തന്നെ രാഹുൽ പുറത്തേക്കിറങ്ങും. അങ്ങനെ ഈ ക്ലബ് 7 ഹോട്ടലിൽ എത്തിച്ച് നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെളിവെടുപ്പായി മാറും. അങ്ങനെ 3 ദിവസത്തെ കസ്റ്റഡി പോലീസിന് ലഭിച്ചപ്പോൾ ആദ്യത്തെ തെളിവ് ശേഖരണം നടത്താൻ തന്നെ ഇപ്പോഴിതാ രാഹുലിനെ പുറത്തേക്ക് എത്തിച്ചു, ബസ്സിന് പുറത്തേക്ക് എത്തിച്ചു. കനത്ത പോലീസ് രാഹുൽ അഭിജിത്തിനെ തെളിവിച്ചു. കൊണ്ടുപോയി തെളിവെടുപ്പിനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. തന്നെ ഇന്നലെയാണ് രാവിലെ 3 ദിവസത്തേക്ക് പ്രത്യേക സംഘത്തിനെ കസ്റ്റഡിയിലേക്ക് വിട്ടത്. ഓക്കെ, ഏതായാലും രാഹുലിനെ തെളിവെടുപ്പിനായി ഹോട്ടലിനകത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. മനീഷ് തുടരുന്നുണ്ട്. മനീഷ്, ഏതായാലും ഒക്കെ കൊണ്ടുപോകുമ്പോൾ ഒരു പ്രതിഷേധം ഒക്കെ കണക്കിലെടുത്തുകൊണ്ടാണ്, കനത്ത സുരക്ഷയിൽ തന്നെയാണ് കൊണ്ടുപോയത്. തിരിച്ചിറങ്ങുമ്പോഴും ആ ഒരു പ്രതിഷേധ സാധ്യത ഉണ്ടാകാനുള്ളൊരു സാധ്യത കൂടി ഉണ്ടല്ലോ. അപ്പോൾ അതടക്കം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു തെളിവെടുപ്പാണ് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത്. പ്രിയ, സ്വാഭാവികമായി തന്നെ ഈ തെളിവെടുപ്പ് നടപടികൾക്ക് മാധ്യമപ്രവർത്തകർക്ക് അങ്ങോട്ടേക്ക് പ്രവേശനമില്ല. സ്വാഭാവികമായി തന്നെ ആ രീതിയിലായിരിക്കും പോലീസ് ഇതിനെ കാണുക. അതുകൊണ്ട് തന്നെ ഈ ക്ലബ് 7 ഹോട്ടലിന്റെ മുൻപിൽ മാധ്യമപ്രവർത്തകരടക്കം ഒരാളെയും അകത്തേക്ക് കടത്തിവിടുന്നില്ല. രാഹുലും അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരും മാത്രമാണ് അകത്തേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. അങ്ങനെ രാഹുലുമായി തെളിവെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഈ പ്ലേസ് ഓഫ് ഒക്കറൻസ് എന്ന ഈ ക്ലബ് 7 ഹോട്ടലിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. നേരത്തെ ഈ 6:30 മണിക്ക് ഇവിടെ എത്തിക്കുമ്പോൾ വലിയ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധക്കാർ ഇവിടെ എത്താൻ സാധ്യതയില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് രാവിലെ തന്നെ പുലർക്കാലത്ത് തന്നെ രാഹുലിനെ അടൂരിലെ പോലീസ് ക്യാമ്പിൽ നിന്നും തിരുവല്ല നഗരത്തിലെ ഈ ക്ലബ് 7 ഹോട്ടലിലേക്ക് എത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. ഇപ്പോഴിതാ ഈ തെളിവെടുപ്പ് പൂർത്തിയായ ശേഷം രാഹുലിനെ പുറത്തേക്കിറക്കുമ്പോൾ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് 100-ലധികം പോലീസുകാരെയാണ് ഇവിടെ സുരക്ഷയ്ക്കായി വിന്യസിപ്പിച്ചിട്ടുള്ളത്. മാധ്യമങ്ങളടക്കം രാഹുലിനെ തിരുവല്ലയിലെ ഹോട്ടലിലേക്ക് എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നുണ്ട് എന്ന വിവരം അറിഞ്ഞു ഇവിടെ ആളുകൾ എത്താൻ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് വലിയ സുരക്ഷ. തിരുവല്ല ഈ ഹോട്ടലിന്റെ മുൻപിൽ മാത്രമല്ല, അല്ലെങ്കിൽ രാഹുലിനെ കൊണ്ടുവന്ന അകമ്പടി വാഹനത്തിൽ മാത്രമല്ല നിലവിൽ ഇത്ര സുരക്ഷയുള്ളത്. തിരുവല്ല നഗരത്തിൽ മൊത്തവും പോലീസിന്റെ വലിയ കനത്ത സുരക്ഷയാണ്. കാരണം അത്തരത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത പോലീസ് ഇന്നലത്തെ സംഭവത്തോടുകൂടി തന്നെ മുന്നിൽ കാണുന്നുണ്ട്. ഇന്നലെ ചീമുട്ടയടക്കമുള്ള പ്രതിഷേധം രാഹുലിനെതിരെ ഉണ്ടായപ്പോൾ തന്നെ നിലവിൽ SITയുടെ കസ്റ്റഡിയുള്ള പ്രതിയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രതിക്ക് എതിരെ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ അത്തരം സംഭവങ്ങൾ അത് കോടതിയിൽ വളരെ പ്രതിക്ക് അനുകൂലമായ ഘടകമായി മാറും. അതുകൊണ്ട് അത്തരം സാധ്യതകൾക്ക് ഒരു തരത്തിലുമുള്ള
അടക്കമുള്ള അത്തരം സാധ്യതകൾ കൈക്കൊടുക്കാൻ വേണ്ടിയാണ് നിലവിൽ രാഹുലിനെ ഈ വിധത്തിലുള്ള പോലീസ് സുരക്ഷയുമായി നിലവിൽ ഈ തെളിവെടുപ്പ് നടത്താൻ തിരുവല്ലയിലെ ക്ലബ് 7 ഹോട്ടലിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2024 ഏപ്രിൽ മാസം 8-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 1 മണിക്കും 3 മണിക്കും ഇടയിലാണ് ഈ പെൺകുട്ടിയുമായി ഈ അതിജീവിതയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ എത്തുന്നത്. അന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രാഹുൽ മാങ്കൂട്ടം പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി ഒരു പ്രൈവറ്റ് സ്പേസിലിരുന്ന് സംസാരിക്കണമെന്ന വ്യാജേന ഇവിടെ എത്തിച്ച് പെൺകുട്ടിയുടെ പേരിൽ തന്നെ മുറിയടിപ്പിച്ച് പെൺകുട്ടിയെ ക്രൂരമായ ലൈംഗിക പീഡനം നടത്തുകയായിരുന്നു. ഒപ്പം തന്നെ പിന്നീട് പെൺകുട്ടിയെ ഗർഭചിത്രം നടത്തുക, സാമ്പത്തികമായ ചൂഷണം നടത്തുക അടക്കം ഗുരുതരമായ വകുപ്പുകൾ പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇതിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും റിമാൻഡ് റിപ്പോർട്ടിൽ അത് സാധൂകരിക്കുന്ന വാദഗതികൾ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിക്കുന്നു. പക്ഷേ ഇതിലെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി ഇതൊന്നുമില്ലാതെ പുറത്തേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ തെളിവുകളുടെ അഭാവം ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് കേസിനെ എത്തിക്കാൻ പാടില്ല. ഈ കേസിന് അന്വേഷണ ഉദ്യോഗസ്ഥയായ പൂങ്കുഴലി നേരത്തെ തന്നെ ഈ കേസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ഇതിന്റെ തെളിവിന്റെ സാധ്യതകൾ പറ്റി പരിശോധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ തെളിവിന്റെ അഭാവത്തിൽ ഈ കേസിൽ നിന്നും രാഹുൽ ഊരിപ്പോകാൻ പാടില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലായിടത്തും കൊണ്ടുപോയി രാഹുലിനെ തെളിവെടുപ്പ് നടത്തണമെന്ന ഒരു നീക്കത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. 3 ദിവസം കൊണ്ട് ഈ ഹോട്ടലിലെ നേരത്തെ പെൺകുട്ടി പറഞ്ഞ ഹോട്ടലാണ്. മറ്റ് പ്രധാനപ്പെട്ട കാര്യം രാഹുലിന്റെ മൊബൈൽ ഫോൺ അടക്കമുള്ള ഗാഡ്ജറ്റുകൾ ഡിജിറ്റൽ ഡിവൈസുകളിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ രാഹുൽ ഇപ്പോഴും അറസ്റ്റ് മെമ്മോയിൽ ഒപ്പിടാനോ ഈ ഗാഡ്ജറ്റുകളുടെ മൊബൈൽ ഫോൺ അടക്കമുള്ളതിന്റെ അതിന്റെ പാസ്വേഡ് നൽകി അത് തുറന്നു തരാനോ തയ്യാറായിട്ടില്ല. ഈ ഒരു